അപ്പോ ഒരു കോമഡി സ്കിറ്റ് കാണാനുള്ള ഒരു സമയമാണ് സൂപ്പർ ഫാമിലിയിൽ. സോ ലെറ്റ്സ് എൻജോയ്, ലെറ്റ്സ് വെൽക്കം രസകുടുംബം. ഈശ്വരാ, ഇന്നെന്റെ ആദ്യരാത്രിയാണ്. ആരും പോരനൊന്നും വരല്ലേ. ഗുരു, ആരെയും പോരനൊന്നോ? അതല്ല, റാണി വരണമെന്ന്. അല്ല, എന്റെ മുല്ലപ്പൂ. രാജാവേ, മെല്ലെ പോയ കാര്യം നടക്കൂല, അതുകൊണ്ട് സ്പീഡിൽ തന്നെ പോണം. അതല്ല ഗുരു, എന്റെ മുല്ലപ്പൂ കാണാനില്ലെന്ന്. ആദ്യ രാത്രി മുല്ലപ്പൂ, അത് കഴിഞ്ഞ ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂവോ? റാണിയുടെ വർത്താനം കണ്ട് ഭ്രാന്തെടുക്കണ്ടേ? ചെവിയിൽ വെക്കാനാണ് ചെമ്പരത്തിപ്പൂ. പിന്നെ വേർപ്പും കൂടെ ഉണ്ട്, ശവന്നാറിപ്പൂ. അതെന്തിനാ? ഭ്രാന്തെടുത്ത് കെണ്ടി ചേടമ്പേ, രാജാവിന്റെ നെഞ്ചത്ത് വരിടാനാണ് ശവന്നാറിപ്പൂ. ഗുരു, രാജരഹസ്യം. അല്ലെ, ഗുരുവിന്റെ കാലിനെന്ത് പറ്റി? അതാ ബസ്സിൽ കയറി കാലൊടിഞ്ഞു. ബസ്സിൽ കയറി എങ്ങനെ കാലൊടിയുന്നത്? ബസ്സിന്റെ അകത്ത് നിന്ന് പെണ്ണിത്തോളുടെ കൈട്ട പിന്നെ പല്ലിൽ കാലൊടിക്കാതെ. രാജൻ, പ്രമാണം. റാണി, നീ വന്നോർന്നേ നിന്റെ വിഹിതം കേൾക്കുന്നോ? വിഹിതം കേട്ടതല്ല, പ്രണാമം എന്നാണ്. പിന്നെ കൊട്ടാരത്തിൽ പാലില്ല, പകരം പച്ചവെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഗുരു, റാണി, എന്റെ ആദ്യരാത്രി എനിക്ക് പച്ചവെള്ളോ? അപ്പുറത്തെ വീട്ടിലെ കുട്ടി ആനപ്പാലാണ് കുടിക്കുന്നത്. ആനപ്പാല് കുടിക്കുന്ന കുട്ടിയോ? അതേത് കുട്ടി? ആനക്കുട്ടി. ആ, പോര് പോര്. എവിടെ പോണ്? അല്ല, ആരാ പോനോ? അയ്യോ, ഇങ്ങോട്ട് പോരേ. ഓ, കാലയും വിളിക്കുന്നു. ഹലോ. Nimda dozras tell me har tabush crack oikinim bomla mohinozuku lohakwe. ഗുരു, ഉമ്മസ്ത്ര പീസ്ത്ര സുക്കുറെന്ന് വെച്ചാ എന്താ? അതാ, രാജാവിന്റെ വസ്ത്രം ഊരൊന്നും നമ്മളെ കൊട്ടാരത്തിലെ പീസ് ഊരിയിട്ട് ആ മീൻകാരനും ശുക്രനും കൊണ്ട് പോരിന് വരുന്നാണ് അവൻ പറഞ്ഞത്. എടാ, ഒരു മുഴം തുണി കൊടുക്കാൻ അറിഞ്ഞുകൊടുത്താ നീയാണോ എന്റെ വസ്ത്രം ഊരുവെന്ന് പറഞ്ഞത്? എടാ, ഞാൻ 5 മടൽ ഓല ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. അതിന് ഈക്കിരി ജീവി നാക്ക് വെച്ചിട്ട് എന്റെ അച്ഛനപ്പത്തോടെ സംസാരിക്കടാ. അല്ല രാജൻ, രാജൻ യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ നാളെ എനിക്കൊരു യുദ്ധമുണ്ട്. അയ്യോ, നാളെ ആയുധ പൂജയല്ലേ? വാളും വരിചയൊക്കെ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. കണക്കായി പോയി. അത് അറിഞ്ഞോണ്ടാണ് ഞാൻ നാളത്തേക്ക് വെച്ചത്. യാതായാലും നാളെ എനിക്ക് യുദ്ധമില്ല. ഞാൻ നാളെ വേട്ടയ്ക്ക് പോകണം. ആ, കൊള്ളാം എന്റെ പൊന്ന് രാജ. ഈ തലങ്ങണി മറിയറിഞ്ഞ് ഇപ്പുറത്ത് വരാൻ പറ്റും. അങ്ങാണോ ഇനി മുല കടന്ന് വേട്ടയ്ക്ക് പോണത്? എന്റെ റാണിക്ക് എന്ത് വേണം പറയൂ. ആ, എന്നാ എനിക്ക് പുലിത്തോല് വേണം. അതെന്തിന്? ഈ കീറിയ മുണ്ടിന് വരെ വിരിച്ച് കടക്കാൻ. എന്റെ റാണിക്ക് അത് ഞാൻ കൊണ്ടുതരാം. എന്റെ പൊന്ന് റാണി, ഈ കൊട്ടാരത്തിലെ മുമ്പിൽ നിസാരോ ആന്നിനെ കണ്ടിട്ട് ഡിനോസറിന്റെ കുഞ്ഞെന്നും പറഞ്ഞു 2 ആഴ്ച പനി പിടിച്ച നാളാണ് അടുത്ത് പുൽത്തോലാണ്ടിരാൻ പോണത്. അല്ല രാജൻ, ഈ ഒരേ വാള് വെക്കോ? 2 അടിച്ചു കഴിഞ്ഞ അറയ്ക്കകത്തും വാളയ്ക്കും പുറത്തും വാളയ്ക്കും. ഈ തട്ടിന്റെ മേലെ വാളയ്ക്കുന്ന ആളാണ് ഈ ആള്. ഗുരു, എന്ത് വാളിന്റെ കാര്യമാ പറഞ്ഞത്? തടന അടിച്ചിട്ട് കളിക്കുന്ന കാര്യമില്ലേ? എന്റെ മാനം കെടുത്തോ ഗുരു? രാജ, റാണി, ഈ കൂന്തൽ മുടിക്ക് എന്തൊരു വാസന. ഇത് ഏത് എണ്ണ തേക്കുന്നേ? എണ്ണയും ഉണ്ടാക്കുന്നല്ല, അത് ബാർ സോപ്പാ. അത് പിന്നെ കണ്ടാലും പറയും. രാജ, റാണി, ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ. കൊച്ചു രാജകുമാരനും രാജകുമാരിയും തോളിലേറി തുള്ളേണം, എന്റെ തോളിലേറി തുള്ളേണം. രാജാ, രാജാ, അല്ല ഗുരു, ഇതെന്താ കയ്യില്? അതാ രാജന്റെ ആദ്യയാത്രയല്ലേ, നമ്മളെ നാട്ടിൽ പ്രജകൾ നിറയിട്ട്, അതുകൊണ്ട് എലിവണം അവിടെ പോവുക. എന്റെ മണിവറയിലാണോ ഗുരുവിന്റെ എലിവാണം വിട്ട് കളിക്കുന്നത്? ഈ എലിവാണത്തിൽ കയറ്റി ഞാൻ ഗുരുവിനെ കത്തിച്ചു വിടും. അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞേ. എന്ത്? അന്യ രാജ്യത്തു നിന്നും നമ്മളെ രാജ്യത്തെ ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ അറിഞ്ഞു. ജ്യോതിഷ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മളെ കൊട്ടാരത്തിലെ പാതിഞ്ഞാണ് ജ്യോതിഷ. ജ്യോതിഷ് ശംഖ് നോക്കിയാ എന്റെ അടുത്ത് പറഞ്ഞത്. ശംഖ് നോക്കി പറഞ്ഞെങ്കിലേ ഈ കൊട്ടാരത്തിന്റെ കാര്യമല്ല, ശംഖനെ തരുന്ന ഒച്ചിന്റെ ആയിരിക്കും പറഞ്ഞത്. ഓ, കാലയും പിന്നെയും വിളിക്കുന്നു. എന്തായാലും ഒന്ന് പോയിട്ട് വാ. ഇന്ന് എന്റെ ആദ്യരാത്രിയിൽ ആണ്ട് ഞാൻ പോകൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഗുരു, ആരെങ്കിലും പോരിന് വന്നു ഞാൻ കൊട്ടാരത്തിന്റെ മുന്നിൽ കുന്തവും പിടിച്ചോണ്ടിരിക്കുന്ന പടയാളി എടുത്ത് കുന്തം എടുത്തറിയാൻ പറ. കൊള്ളാം, ഒരു തുറക്കം തോന്നിയത് കുന്തത്തിന്റെ പുറത്ത്. ഇപ്പൊ കുന്തം കണ്ണിക്കുത്തി വയ്യാതെ ആശുപത്രി കിടക്കണ്. എന്നാ പിന്നെ നമ്മളെ കാലാളെയും പടയാളെ അങ്ങ് ഇറക്ക്. അത് ശരിയാണ്. എന്നാ എനിക്ക് വെള്ളയും നിനക്ക് കറുപ്പും. അതെന്തിന്? അല്ല, ചെസ് ബോർഡ് കളിക്കുന്ന കാര്യമല്ലേ? എന്റെ പൊന്നു രാജ, ചെസ് ബോർഡിന്റെ കാര്യമല്ല, നമ്മളെ കാലാളെയും പടയാളെയും ഇറക്കാൻ.
രാജാവ് എന്തിനാണ് പേടിക്കണത്? ആരെങ്കിലും യുദ്ധത്തിന് വന്നാല് ഫ്രണ്ടിൽ നിൽക്കണ പനങ്ങ് വളച്ചാ പോരെ. ഒന്ന് പാകുരു കെട്ടിക്കൊണ്ടുവന്ന എന്റെ പെണ്ടാട്ടിയെ വളയ്ക്കാൻ എത്ര സമയമായിട്ട് പറ്റിയില്ല. പിന്നെയാണ് ഞാൻ പന വളയ്ക്കാൻ. എന്നാലേ നമുക്ക് മണ്ണെണ്ണ പന്ത് എറിഞ്ഞാലോ? അയ്യോടെ അടുപ്പ് എത്തിക്കാൻ മണ്ണെണ്ണയില്ല, പിന്നെ ഞാൻ പന്തം കൊളുത്തി എറിയാൻ. ഓ അതും ഇല്ലെങ്കിൽ പീരങ്കി വിടാം. എന്റെ പൊന്ന് റാണി, ആകെപ്പോടുള്ള 3 പുട്ടുകുറ്റി, അതാണെങ്കിൽ തോഴികൾ വെച്ച് പുട്ട വെച്ചോണ്ടിരിക്കുന്നത്. റാണി, രാജാവിന്റെ അച്ഛയിരുന്ന കാലത്ത് ഈ രാജ്യത്ത് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുതിരപ്പുറത്ത് കയറിയിരുന്ന് പാടിട്ട് ജയിച്ച ആളാണ് രാജാവിന്റെ അച്ഛൻ. അത് കൂടുതൽ ഗുരു പറയാതിരിക്കാണ് നല്ലത്. റാണി, അച്ഛന് ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് പടവെട്ടി വാള് വീശി ചെന്ന് വീഴുന്നത് കുതിരയുടെ ഫ്രണ്ടില്. എന്നിട്ട് എന്തിനാവൻ കുതിര ചവിട്ടിക്കൂട്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അമ്മ റാണി വന്നിട്ട് എന്ത് പറഞ്ഞറിയാം? കൊത്തു പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല, എടുത്തോണ്ട് പോവല്ലേ. അല്ല കട്ടപ്പൻ അവിടെ. കട്ടപ്പന ഇടുക്കിയിലല്ലേ? അയ്യോ അതല്ല, നമ്മുടെ കട്ടപ്പൻ. കട്ടപ്പനയില കുഞ്ഞമ്മര മോളെ നൂലിട്ടിന് പോയിരിക്കണേ. എന്നാ പിന്നെ ഗുരു നമ്മളെ പടയാളികൾ എവിടെ? ഏത് പടയാളി? കഴിഞ്ഞ ആഴ്ചയിൽ 3 പെട്ടിയാട്ടം നിറ ഞാൻ ബംഗാളികൾ ഇറക്കിയത്. ഓ അതാ. ഈ കൊട്ടാരത്തിൽ ഇട്ടല് തട്ടും കാറ്റാട് കമ്മും പിടിച്ചോണ്ട് നിക്കാൻ വയ്യാത്തോണ്ട് കൊറേ ഹോട്ടലിൽ പണിക്കും പോയിക്കണ്, കൊറേ കല്ലും മണി ചമക്കാൻ വരെ പോയിക്കണ്. അപ്പൊ പിന്നെ ഈ പടം മാത്രം എന്താണ് ഇങ്ങനെ നിക്കുന്നത്? റാണി, ഇവനാണ് കൊട്ടാരത്തിലെ മെയിൻ വിദൂഷകൻ. സംസാരിക്കാൻ നിന്ന് ചിരിപ്പിക്കുന്ന ആള്. കൊള്ളാം. റാണി, എന്റെ ഈ കൈകൾ കൊണ്ട് എത്ര കൊലകളിന്ന് കൊയ്ത് അറിയുന്നറിയാമോ? എന്നാ പിന്നെ രാജാവ് ഒരു സംഭവം തന്നെ. പിന്നെ ഒരു ചമ്പം. റാണി, നൊത്തോലി മീനിന്റെ തല നുള്ളി ഇറങ്ങാൻ വിളിയ ചമ്പം. ഓ അല്ല രാജാ, ഇനി ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ എന്ത് ചെയ്യും നമ്മള്? ഇതിനിപ്പോ ഒരു അടവുണ്ടല്ലോ. എന്താണ്? അയ്യോ, എന്റെ റാണിക്ക് എന്ത് പറ്റി? അയ്യോ, ഇത് യുദ്ധത്തിന് പോകാതിരിക്കുന്ന അടവാണോ? कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम्. ഗുരു, എന്റെ ആദ്യരാത്രി രാജരഹസ്യം.